ബിഗ് ബോസ് മലയാളം സീസൺ 7 റിവ്യൂയിലേക്ക് സ്വാഗതം. ജയാസ് ലൈഫ് സ്റ്റൈൽ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ എപ്പിസോഡ് എന്തൊക്കെയാണെന്ന് വെച്ച് നമുക്ക് നോക്കാം. അതിൽ വന്നിട്ട് അനുമോളെ ഭയങ്കരമായിട്ട് ഓരോരോ വാക്കുകൾ അങ്ങനെ കുറ്റപ്പെടുത്തുന്നു. അതില പുറത്തുനിന്ന് വന്നവർ ഓരോരോ വാക്കുകൾ കേട്ടിട്ട് അതിൽ അത്രയ്ക്ക് ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് നമുക്ക് നന്നായിട്ട് അവിടെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അനുമോളും പോയി, അനുമോൾക്ക് ഇത് മനസ്സിലാവുന്നുണ്ടല്ലോ, അനുമോളും പോയിട്ട് അങ്ങോട്ട് പോയി അതിനെ കുറിച്ചിട്ടും പറയുന്നുണ്ടായിരുന്നു. ഫ്രണ്ട്ഷിപ്പിൻ്റെ വീഡിയോ ഒക്കെ ഇട്ട് കാണിച്ചത് അനുമോളോട് നിന്ന് ഇങ്ങനെ കരയുണ്ടായിരുന്നു, സങ്കടപ്പെടുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അനുമോൾ അതില നൂറ ശൈത്യ എല്ലാവരും കൂടി കിടന്ന് കെട്ടിപ്പിടിച്ച്, ഞങ്ങളാണ് അത്രയും നല്ല ഫ്രണ്ട് എന്നുള്ള രീതിക്ക് കെട്ടിപ്പിടിച്ച് 4 പേരും കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. കെട്ടിപ്പിടിക്കുക, കരയുക, പിന്നെ മാറി മാറി കുറ്റം പറയുക. ഇതെന്താ ആവശ്യം? ഇതെന്തിനാ ഇവിടെ, ഇത് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? ഒന്നില്ല കുറ്റം പറയാൻ പാടില്ല, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഹഗ് ചെയ്യാൻ പാടില്ല. അതായത് അങ്ങോട്ട് പോയി കുറ്റവും പറയുക, ഇങ്ങോട്ട് വന്നിട്ട് അയ്യോ ഫ്രണ്ടാണ് എന്നിട്ട് ഹഗ്ഗും ചെയ്യുക. ഇതിൻ്റെ ആവശ്യമേ ഇല്ലായിരുന്നു അവിടെ എന്നാണ് നമുക്ക് തോന്നിയത്. ശൈത്യയില്ലേ, വല്ലാത്ത കരച്ചിൽ. ശൈത്യ ഭയങ്കര വിഷമിച്ച്, കാരണം ശൈത്യക്ക് നിറയെ അറ്റാക്കൊക്കെ, എന്താ സൈബർ അറ്റാക്കൊക്കെ കിട്ടിയില്ലേ, അതുകൊണ്ടുള്ള ഫീലിങ്. ഭയങ്കരമായിട്ട് സൈബർ അറ്റാക്കിൽ നേരിട്ടിട്ട് വന്നിരിക്കുകയാണ് ഇത്ര ശൈത്യ. ഫാമിലി ഫുള്ളായിട്ട് ഭയങ്കര ഡൗൺ ആയി എന്നാണ് പറയുന്നത്. ശൈത്യ നന്നായി ബാധിച്ചു. അവരവരുടെ കഷ്ടം അവരവർക്കല്ലേ അറിയുള്ളൂ അല്ലേ. ശൈത്യയുടെ കൺട്രോളൊക്കെ തെറ്റിയിട്ടാ. വല്ലാണ്ട് ശൈത്യ കിടന്ന് കരയുന്നുണ്ടായിരുന്നു അനുമോളോട്. കമൻറ്റിൽ നിറയെ എനിക്ക് കമൻസ് വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ശൈത്യ പറയുന്നു. കട്ടപ്പാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞൊക്കെയാണ് ഇപ്പം ഈ പറയുന്നത്. നിറയെ ബാഡ് വേർഡ്സുകളൊക്കെ വരുന്നു എന്നൊക്കെ പറയുന്നു. അപ്പം അനുമോൾ പറയുന്നു, കമൻറ്റല്ലേ വരുള്ളൂ, എന്തിനിപ്പം നീ അത് ശ്രദ്ധിക്കുന്നത് എന്നുള്ള രീതിക്കാണ് അനുമോൾ അവിടെ പറയുന്നത്. നീ വിഷമിക്കണ്ട, ഞാൻ നിൻ്റെ കൂടെ എന്നും ഉണ്ടാവും ഒരു ഫ്രണ്ടായിട്ട്, ഇതൊന്നും നീ കാര്യമായിട്ട് എടുക്കണ്ട എന്നുള്ള രീതിക്ക് അനുമോൾ അവിടെ സംസാരിക്കുന്നില്ല. ആ ഒരു വാക്ക് ചിലപ്പോൾ പറഞ്ഞതാണെങ്കിൽ ശൈത്യ വേണമെങ്കിൽ എല്ലാം കൂളായിട്ടുണ്ടാവുമെന്നാണ് നമുക്കവിടെ ഫീലായത്. പിന്നെ ബിഗ് ബോസിൽ പോയി പറഞ്ഞാൽ നെഗറ്റീവും വരും പോസിറ്റീവും വരുന്ന എല്ലാവർക്കും അറിയാൻ പറ്റില്ലേ. പോയവരൊക്കെ അവിടെ നല്ല പോസിറ്റീവ് ഓടിയൊന്നുമല്ലല്ലോ വന്നിരിക്കുന്നത്. എത്രയോ പേര് അവിടെ നെഗറ്റീവായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മൾ ശൈത്യ വന്നിട്ട് ഒന്നുമില്ലെങ്കിൽ ലോയറല്ലേ. അപ്പോൾ ഈ ശൈത്യക്ക് ഈ കാര്യങ്ങളൊക്കെ എന്തായാലും അറിയാൻ സാധിക്കില്ലേ. പോയി പറഞ്ഞാൽ ഒന്നുമില്ല പ്ലസ് ആവാം അല്ലെങ്കിൽ മൈനസ് ആകാം, അല്ല അവരൊരു ഓരോ ടൈം എന്ന് പറയില്ലേ, ആവാന്നുള്ളതൊക്കെ അറിഞ്ഞിട്ടല്ലേ പോണത്. ഈ ഒന്നും അറിയാത്ത പോലെ അയ്യോ എനിക്ക് ഇങ്ങനെ ആയി അങ്ങനെ ആയി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കിടന്നിട്ട് വിഷമിക്കേണ്ട കാര്യം എന്താണെന്ന് നമുക്കേ അവിടെ തോന്നും കേട്ടോ. PR വർക്ക് പല വാക്കുകളും രണ്ട് വഴിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. പക്ഷെ ആ വാക്കുകളൊക്കെ വന്നിട്ട് അവർക്ക് ചിലപ്പോൾ അത് മറന്നു പോകും. ശരിക്കും പറഞ്ഞാൽ വഴക്കുണ്ടാക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയില്ല, ആരാണെങ്കിലും പറയും. അത് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവർ വിട്ടേ പോകും. ഇതെന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിന് ഈ PR വർക്ക് ചെയ്യുന്നവരാണല്ലോ സൈബർ അറ്റാക്കിലേക്ക് ഇടുന്നത്. ഈ PR വർക്ക് ചെയ്തും കഴിഞ്ഞിട്ട് എല്ലാത്തിനെയും ഓരോരോ വീഡിയോ ആയിട്ട് ഇടുമ്പോൾ ഇവർ പുറത്തു പോകുമ്പോൾ ഇത് കാണുമ്പോൾ അവർക്ക് എന്തായാലും ഫീലിംഗ് ആവും, ഇവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ എന്നുള്ള വീഡിയോ കാണുമ്പോൾ എല്ലാവരും അന്തം പൊട്ടം നോക്കിക്കൊണ്ടിരിക്കുന്നു അവിടെ. ഈ PR വർക്ക് ചെയ്തിട്ട് എല്ലാവരും പബ്ലിസിറ്റി ചെയ്യുന്നത് കൊണ്ടാണല്ലോ എല്ലാവർക്കും ഈ സൈബർ അറ്റാക്ക് വരുന്നത്. ഒന്നുമില്ല PR വർക്ക് നിർത്തിയിട്ട് അവിടെ കളിക്കാൻ പോകണം. ഇല്ല പറഞ്ഞല്ലോ, എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള ഒരു PR വർക്ക് അവിടെ കൊടുക്കണം ബിഗ് ബോസ്. ഇതങ്ങനെയല്ല, കാശിനനുസരിച്ചുള്ള PR വർക്കുകളാണല്ലോ. ഇപ്പം എല്ലാവരും കാശാണല്ലോ, കാശില്ലാണ്ട് ഏത് കാര്യം അവിടെ ഇല്ല. അപ്പം പിന്നെ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ഉണ്ടാവുക. കറക്റ്റ് തന്നെയല്ലേ ഞാൻ പറഞ്ഞത്. പിന്നെ അടി അങ്ങോട്ടും ഇങ്ങോട്ടും പോരാൻ നടക്കുന്നതൊക്കെ അവിടെ വീഡിയോ ഇട്ട് കാണിച്ചു കൊടുത്തു കേട്ടാ. ഈ 7th സീസണിൽ ഇത്രയും വഴക്ക് ഉണ്ടാക്കിയത് ഈ സീസണിൽ എന്താണ്, ഈ 7th സീസണിലാണെന്ന് നമുക്ക് തോന്നും. ആ വഴക്കുകളൊക്കെ കാണുമ്പോൾ എന്താ വഴക്കും ബഹളവും, എൻ്റെ അമ്മോ ഒന്നും പറയണ്ട, അത്രയ്ക്ക് അവിടെ വഴക്കുണ്ടാക്കിയിട്ടുണ്ട് അവരൊക്കെ. പിന്നെ KP നമ്പൂതിരിയുടെ ടാസ്ക് ഒന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. 7 പേർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ ജീവിതകാലം മുഴുവൻ എന്നും അവർ കൂടെ ഉണ്ടാവണം എന്നുള്ള ആഗ്രഹിക്കുന്ന ഒരാളിനെ ചൂസ് ചെയ്യണം. എന്നിട്ട് അവിടെ ഒരു കണ്ണാടിൻ്റെ ഫ്രെയിം വെച്ചിട്ടുണ്ടാവും, അതിൻ്റെ ഉള്ളിൽ പോയി നിൽക്കുമ്പോൾ ഫോട്ടോ എടുക്കും. ആ ഫോട്ടോ അവർക്കത് കൊടുക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതിൽ അനീഷ് ഷാനവാസിനെ പറഞ്ഞു, ഷാനവാസ് തിരിച്ച് അനീഷിനെയും പറഞ്ഞു. അനു വന്നിട്ട് ആദിലിനെ പറഞ്ഞു, ആദില നൂറ പറഞ്ഞു, രണ്ടുപേരെ പറയാൻ പാടില്ല. അപ്പോൾ ആദിലിനെ പറഞ്ഞു, നൂറ അനുവിനെ പറഞ്ഞു, അക്ബർ അപ്പാനിനെ പറഞ്ഞു, നെവിൻ വന്നിട്ട് മസ്താനിനെ പറഞ്ഞു. പിന്നെ ഇവരിങ്ങനെ പോയി ഫോട്ടോ ഒക്കെ എടുത്തു, ഇവർക്ക് ഫോട്ടോ കിട്ടുകയും ചെയ്തു കേട്ടോ. പിന്നെ എവിക്റ്റ് ചെയ്ത് നമ്മുടെ ആദിലായിരുന്നു എവിക്റ്റ് ആയത്. എന്താണ് അത് നല്ല ബോൾഡായിട്ടിരിക്കണം. ഇനിയിപ്പോൾ 2 ദിവസമേ ഇല്ലല്ലോ, ഇതുവരെ നിൽക്കാൻ പറ്റിയതൊക്കെ വലിയ കാര്യമാണല്ലോ. 100 എന്നിട്ടേ മിണ്ടാണ്ടേ ഇരിക്കണില്ല. പോയിട്ട് അക്ബറിൻ്റെ അടുത്ത് പോയിട്ട്
ഓരോരോ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അനുമോള് നിന്നെ പൊറിച്ചിട്ട് എന്തൊക്കെ ഒരു വാക്കുകൾ പറഞ്ഞിട്ടുണ്ടറിയോ? അതൊക്കെ ഇപ്പൊ പറയാൻ പറ്റില്ല. കയറ്റി വിടുക അവരില്ലേ, പോയിസൺ കയറ്റി വിടുന്ന മാതിരി, ഇഞ്ചക്ട് ചെയ്യുന്ന മാതിരി. അക്ബർ അങ്ങനെ ടെൻഷൻ കേറുന്നുണ്ട്. എന്ത് തന്നെയാണെങ്കിലും നമ്മളെ കുറിച്ച് കുറ്റം പറയണ പറയുമ്പോൾ നമുക്ക് സന്തോഷമാണ് ഉണ്ടാവുക? ഇല്ലല്ലോ. എന്ത് തന്നെയാണെങ്കിലും സങ്കടമല്ല അവിടെ വരിക. നിന്നെ കുറിച്ചിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ ഞാൻ പിന്നെ പറയാം. ഇതെന്റെ ആവശ്യമേ ഇല്ല നൂറയ്ക്ക്. നൂറ് അതിനേക്കാളും അയ്യോ ഇങ്ങനെ ഇരുന്നിട്ട് എന്ത് ഇങ്ങനെ ഈ നൂറ് ആതിരിയും ലാസ്റ്റിൽ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നെന്ന് നമുക്കേ വല്ലാണ്ട് ഫീലിംഗ് ആവും. എല്ലാവരും അച്ഛനില്ല, ഫാമിലി ഇല്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ആ കുട്ടികളെ നന്നായി വിഷമിച്ചതാണ്. ഈ കുട്ടികൾ ഇപ്പം ഈ ലാസ്റ്റ് വെച്ചിട്ട് എല്ലാവരുടെയും അനുമോളിലൊക്കെ ഭയങ്കര കുറ്റം പറച്ചിലും അവിടെ എന്തൊക്കെ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. വെളിയുള്ള ആൾക്കാരുടെ ഓരോരോ കൂട്ടം കേട്ടിട്ട് വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യമേ ഇല്ല അതിലേക്ക് നൂറയ്ക്കൊന്നും. ഭയങ്കരമായിട്ട് എനിക്കത് ഒരു ഭയങ്കര ചീപ്പായിട്ടാണ് നൂറേ എന്നുള്ളത് തോന്നിയത്. അതുപോലെ ആദ്യം പോണ സമയത്ത് അനുവിനെ കുറിച്ചിട്ട് ഞാൻ അത് പറയട്ടെ പറഞ്ഞിട്ടോ അത്രയ്ക്കൊരു ടെംപ്റ്റായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വേണ്ട, നീ സമാധാനത്തിൽ പോ എന്ന് പറഞ്ഞിട്ടാണ് ആദില പോയത് തന്നെ. എന്താ അവിടെ സംഭവിക്കുന്നേ നമുക്കേ അറിയില്ല. ഒരു കുഴപ്പമില്ലാണ്ടാണല്ലോ നമ്മുടെ ഈ സരിക പുറത്ത് പോയത്. ഇത്തവണ വന്നതിലിരുന്നിട്ട് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിക്കൊണ്ടേയുണ്ട് സരിക. പിന്നെ മസ്താനി എന്താ നല്ല മസ്താൻ്റെ മീശൊക്കെ പോയി. നിറയെ വല്ലാണ്ട് ഡൗൺ ആയി പോയ ആളായിരുന്നു മസ്താനി. മസ്താനിക്ക് ഇപ്പോൾ കുഴപ്പമില്ല കേട്ടോ, നല്ല ഇമേജാണ് വന്നിരിക്കുന്നത്. മസ്താനി അപ്പാനിയൊക്കെ ആയിട്ട് നന്നായി സംസാരിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് അപ്പം തോന്നി, ഞാൻ പറഞ്ഞു അത് ഇത്രത്തോളം ലാലേട്ടനെ ഇങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ട് ഇത്രയും വൈറലാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എൻ്റെ ഫ്രണ്ട്സ് അടക്കം എന്നെ വിട്ടിട്ട് പോയി എന്നുള്ള രീതിക്ക് അവിടെ മസ്താനി പറയുന്നുണ്ടായിരുന്നു അപ്പാനിയോട്. ശരി സോറി, ശരി പോട്ടെ എന്ന് പറഞ്ഞ് രണ്ടുപേരും കൈ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ ഇതൊക്കെയായിരുന്നു എപ്പിസോഡ്. ഇനിയിപ്പോൾ ആകെ 2 ദിവസം ഇല്ലല്ലോ. എല്ലാവരും മറക്കാതെ ജയസ് ലൈഫ് സ്റ്റൈൽ ചാനൽ കാണുക, കമൻറ്റ് ലൈക്കൊക്കെ ഇടുക. വീണ്ടും നാളെ കാണാം. ബൈ.